ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ചെറിയ ക്രോപ്പ് ടോപ്പ് തയ്ക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇതേപോലെ പഴയൊരു മെറ്റീരിയൽ മിച്ചം വന്നത് കിട്ടി. ഒരു ചുരിദാർ അടിച്ചതിൽ ബാക്കി വന്ന തുണിയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കെൻ്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഒരു ക്രോപ്പ് ടോപ്പ് അങ്ങനെ എന്തെങ്കിലും തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ലൈനിങ്ങും കൂടി ഇതിന് വേണ്ടി പറ്റിയത് ഒരു ക്രീപ്പ് ലൈനിങ് ആട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ കരുതി ഒരു കൗളിനൊക്കെ ഉള്ളൊരു ടോപ്പ് അടിക്കാമെന്ന്. അപ്പം നമുക്കതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം നമ്മുടെ ലൈനിങ്ങിലാണ് ഞാൻ അളവുകളെല്ലാം എടുത്ത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ നെക്ക് ഇങ്ങനെയാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. പക്ഷേ ലൈനിങ്ങിനും അതേപോലെ തന്നെ നമ്മുടെ മെറ്റീരിയലിനും ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഴുത്താട്ടോ അടിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ കഴുത്തടിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഒന്നിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ മെയിൻ പീസ് ക്ലോത്തിൽ എങ്ങനെയാണിത് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. സോ നമ്മുടെ കൗളിനക്കിന് എത്രയാണോ ഞൊറി അല്ലെങ്കിൽ പ്ലീറ്റ് വേണ്ട അതിനനുസരിച്ച് നമ്മൾ തുണി വിട്ടിട്ട് താഴെയാണ് നമ്മളിതിങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ഇപ്പോൾ വരച്ചിരിക്കുന്നത് കണ്ടോ, ഞാനൊരു 11 ഇഞ്ച് താഴ്ത്തിയാണ് ബാക്കി കാര്യങ്ങൾ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം നമ്മൾ ആ കൈക്കുഴി വെട്ടിയതിൻ്റെ ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഈ കോർണറിലോട്ട് ഇങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ വേസ്റ്റിന് അങ്ങോട്ട് വരുന്ന ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ അങ്ങനെ ഞാൻ മാർക്ക് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. തുണി കുറച്ച് കഷ്ടിയാണ്, എന്നാലും തയ്ക്കാനുള്ളതുണ്ടാവും കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കട്ടിങ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ബാക്ക് പീസ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ബാക്ക് പീസിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. നോർമലായിട്ടുള്ള നെക്കും സ്ലീവ്സൊക്കെ തന്നെയാണ്. ഞാനിവിടെ സ്ലീവ്ലെസ് ആട്ടോ തയ്ക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള തുണി ഉണ്ടായിരുന്നുള്ളൂ. ഫ്രണ്ട് പോർഷനിൽ ലൈനിങ്ങിൻ്റെ നെക്ക് മാത്രം ഞാനിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേറൊന്നും ചെയ്തിട്ടില്ല. ഇനി എങ്ങനെയാണ് കൗളിനക്കിന് വേണ്ടി സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കണമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ പീസ് തുണി എടുക്കുക. തുണി എടുത്തിട്ട് ഈ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ ഷോൾഡർ നേരത്തെ വരച്ച് കൊടുത്ത ആ ഭാഗം ഷോൾഡറിൻ്റെ അവിടെ തന്നെ ആയിട്ട് പിടിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും വെച്ച് കഴിയുമ്പം നമുക്ക് മിച്ചം ഇതേപോലെ കുറേ തുണി കിടക്കുന്നത് കാണാൻ പറ്റും കേട്ടോ മേലോട്ട്. അപ്പം ഞാനിപ്പോൾ ആദ്യം തന്നെ കൈ രണ്ട് സൈഡിലും അടിച്ചു കൊടുത്തിട്ടുണ്ട്. അടിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, നമുക്ക് പിൻ ചെയ്ത് വെച്ചാലും മതി. ഞാൻ ഒരു എളുപ്പത്തിന് വേണ്ടി അങ്ങനെ അടിച്ചു കൊടുത്തതാണ്. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മേലത്തെ പോർഷൻ ഇനി നമുക്ക് ഞൊറിയായിട്ട് വെച്ച് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാനിതിങ്ങനെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. കൗളിനൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ. സോ നമുക്ക് വേണ്ടത്ര ഞൊറി പ്ലീറ്റ്സ് എല്ലാം എടുത്തിട്ട് നമുക്കത് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു പിന്ന് വെച്ച് അത് സെക്യൂർ ചെയ്തതിന് ശേഷം നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏത് അളവിലാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് കൊടുക്കുക. അതായത് നമുക്ക് എത്ര ഡെപ്ത് വേണോ അല്ലെങ്കിൽ കഴുത്തിറക്കം എത്ര വേണമെന്നനുസരിച്ച് അതിനനുസരിച്ച് നമുക്കതിങ്ങനെ വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നൊക്കെ. ഇപ്പം ഞാൻ പിന്നെ വെച്ച് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തുണി നോർമലി നമ്മൾ സാറ്റിനൊക്കെ വെച്ചിട്ടാണ് അടിക്കാറ്. അപ്പോൾ അങ്ങനത്തെ തുണിയാണെങ്കിൽ കുറച്ചുകൂടി വൃത്തിക്കിരിക്കും. സോ ഇത് വെച്ചിട്ട് മാക്സിമം എങ്ങനെയാണോ നന്നാക്കാൻ പറ്റുക അതുപോലെ ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിൽ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോർമലി ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് സാധാരണ അടിക്കുന്ന പോലെ ടോപ്പാക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്കതിൻ്റെ കളർ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ തന്നെ വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.